അസ്സലാമു അലൈക്കും. റേഡിയോ HRDFിലേക്ക് സ്വാഗതം. ദ അഗ്ലിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ്, അഥവാ ലോകത്തിലെ ഏറ്റവും വിരൂപിണിയായ സ്ത്രീ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരു സ്ത്രീരൂപം കാണാനാവും. 1989 ജനിച്ച് അമേരിക്കയിലെ ടെക്സാസിൽ ജീവിക്കുന്ന എലിസബത്ത് ആൻ വെലേസ്കസ് എന്ന ലിസി വെലേസ്കസിൻ്റെതാണ് ആ ചിത്രം. ശരീരത്തിൽ കൊഴുപ്പ് സംഭരിച്ചു വെക്കാനാവാത്ത അപൂർവ രോഗവും ആന്തരിക അവയവങ്ങളെയും അസ്ഥികളെയും ബാധിക്കുന്ന മർഫനോയിഡ് സിൻഡ്രോം എന്ന ജനിതക വൈകല്യ രോഗവും ബാധിച്ചവളായിരുന്നു അവർ. മാസം തികയുന്നതിന് 4 ആഴ്ച മുമ്പുള്ള അകാല പ്രസവത്തിലൂടെയുള്ള ജനനം, ഒരു കണ്ണിന് കാഴ്ചയില്ല. ഇങ്ങനെ ദുരിതങ്ങളുടെ പ്രതിരൂപമായി ഭൂമിയിലേക്ക് പിറന്നു വീണ വികൃത രൂപം, അതായിരുന്നു ലിസി വെലേസ്കസ്. 2006 വെലേസ്കസിന്റെ 17ാമത്തെ വയസ്സിൽ ലോകത്തിലെ വിരൂപിണിയായ സ്ത്രീ എന്ന തലക്കെട്ടോടുകൂടി അവരുടെ ഒരു വീഡിയോ ആരോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കണ്ട ആളുകൾ അതിന് താഴെ അവളെ വെടിവെച്ചു കൊല്ലണമെന്നും ഗർഭത്തിൽ വെച്ചു തന്നെ അവളുടെ മാതാപിതാക്കൾ അവളെ നശിപ്പിച്ചു കളയണമായിരുന്നുവെന്നും തുടങ്ങിയുള്ള പരിഹാസവും ആക്ഷേപങ്ങളും നിറഞ്ഞ കമന്റുകൾ ചെയ്തു. ആരെയും മുറിപ്പെടുത്തുന്നവയായിരുന്നു ആ കമന്റുകളിൽ അധികവും. എന്നാൽ പരിഹാസങ്ങളിൽ പതറാതെ അവയെ നേരിടാനുള്ള ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു ലിസി. തന്നെ പരിഹസിക്കുന്നവരെ അതിനേക്കാൾ കടുത്ത ഭാഷയിൽ തിരിച്ചും പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിനു പകരം അവൾ ശക്തമായ നിലപാടിലെത്തി. പരിഹസിക്കുന്നവർക്ക് തന്നെ ഒന്നും ചെയ്യാനാവില്ല, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നതായിരുന്നു ആ നിലപാട്. നാളുകൾക്ക് ശേഷം യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെഡ് ടോക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എങ്ങനെ സ്വയം നിങ്ങളെ നിർവചിക്കുന്നു എന്ന ടൈറ്റിലിൽ അവർ ഒരു പ്രഭാഷണം നടത്തി. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരകളായി ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന, അനേകം ആളുകൾക്ക് വഴികാട്ടുന്ന പ്രചോദന പ്രഭാഷകയും നിരവധി ഗ്രന്ഥങ്ങളുടെ ഉപജ്ഞാതാവുമാണ് ഇന്ന് ലിസി. തൻ്റെ ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തന്നെ പരിഹസിച്ചവരും ആ പരിഹാസത്തെ അതിജീവിക്കണമെന്ന ദൃഢനിശ്ചയവുമാണ് എന്നവർ പറയുന്നു. നിങ്ങളല്ല, ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് അവർ തന്നെ പരിഹസിച്ചവരോട് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, തങ്ങൾക്ക് ലഭിച്ച അറിവ്, ജോലി, സൗന്ദര്യം, സമ്പത്ത്, ശാരീരികവും മാനസികവുമായ മറ്റു കഴിവുകൾ എന്നിവയുടെ പേരിൽ ഇതൊന്നും ലഭിക്കാതെ പോയവരെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന പ്രവണത പല ആളുകളും പ്രകടിപ്പിക്കാറുണ്ട്. ഉപദേശങ്ങൾ എന്ന പേരിൽ വ്യക്തിഹത്യയും ആക്ഷേപവും നടത്തുന്നവരും വിരളമല്ല. പക്ഷേ അത്തരം ആളുകൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നത് കാണുക. സത്യവിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. സൂറത്തുൽ ഹുജറാത്ത് സൂക്തം 11. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക. ലഭിക്കാതെ പോയവരെ തന്നാലാവും വിധം സഹായിക്കുക. പരിഹാസങ്ങളിൽ പതറാതെ മുന്നോട്ടു പോവുക. നാഥൻ തുണയ്ക്കട്ടെ. ആമീൻ. أشرقت نفسي بنور من فؤادي